അംഗീകരിക്കുകയും അവിടുത്തെ ഉന്നതമായ സ്ഥാനങ്ങളുടെ മുമ്പിൽ വിനയാന്വിതരായി നിൽക്കുകയും വേണം. മഹബൂബ് കി മഹഫിൽ കോ മഹബൂബ് സജാത്തെ ആते आते हैं वही जिनको सरकार बुलाते हैं. वो लोग खुदा शाहिद किस्मत है सिकंदर है जो सरवर आलम का मिलाद बनाते हैं. പുണ്യപൂമാൻ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ ദിനരാത്രങ്ങളുടെ തിലകമേ. എന്നാൽ ആ പുണ്യപൂമാന്റെ സ്ഥാനമെന്തെന്നോ, അള്ളാഹുവിന്റെ സമ്മാനങ്ങളുടെ ദാനമാണ് അവിടുന്ന് നിർവഹിക്കുന്നത്. ആ ഹബീബിന്റെ വിധേയത്വവും അവിടുത്തെ സമ്മതവും വേണമോ? എന്നാൽ ഹബീബിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളണം. കേവലമായ ഒരു മനുഷ്യനാണെന്ന് അംഗീകരിച്ചാൽ പോരാ. കേവലനായ ഒരു സാധാരണക്കാരൻ പ്രവാചകനായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെയുടെ റിസാലത്ത് അംഗീകരിക്കണമെങ്കിൽ 3 തരം വ്യക്തിത്വം അംഗീകരിക്കണമെന്ന് ആത്മജ്ഞാനികൾ പറയുന്നു. ഒന്നേതാണ്? സാധാരണക്കാരുമായി ഇടപെടുന്ന വ്യക്തിത്വം. 2 മാലാഖമാരുമായി ഇടപെടുന്ന വ്യക്തിത്വം. 3 അള്ളാഹുവിനോട് സ്വകാര്യം കൈകാര്യം ചെയ്യുന്ന പ്രൈവസിയുടെ വ്യക്തിത്വം. മിഅ്റാജിന്റെ സായാഹ്നത്തിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് കൈകാര്യം ചെയ്ത വ്യക്തിത്വം. അതിന്റെ രാത്രിയായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വഅതാഹു ജിബ്രീലുൽ അമീനു നദീമാ ഫൗഖൽ ബുറാഖി മുസർറജൻ തസ്നീമാ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുകയും കൂടെ സഞ്ചരിക്കുകയും ചെയ്ത വ്യക്തിത്വം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇപ്പൊ നമ്മൾ മസ്ജിദുൽ ഹറാമിൽ അദ്നായിൽ നിന്ന് വന്നതാണ്. ഇനി നമുക്ക് പോകേണ്ടത് അവിടുന്ന് മഹാമഹത്തായ അള്ളാഹു നിശ്ചയിച്ച ഉന്നതങ്ങളിലേക്കാണ്, അൽ അഅലയിലേക്കാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ അദ്നയിൽ നിന്ന് വന്നവരാണ്. ഇമാമുൽ മുർസിയുടെ വാചകമാണ്. മസ്ജിദുൽ ഹറാം അവിടുന്ന് താഴ്വാരത്തിലുള്ള ബാദിൻ ഗൈരി സീ സറഇൽ കിടക്കുന്ന താഴ്വാരത്തിലെ കഅബാലയത്തിൽ നിന്ന് ഉഫുഖുൽ അഅലയിലേക്ക് പോകാൻ വന്നതാണ്. അതുകൊണ്ട് ബൈത്തുൽ അഖ്സായിൽ നിന്ന് യാത്ര തിരിക്കുന്ന നബിയേ, ഇതുവരെ യാത്ര ചെയ്ത വാഹനമിനിയില്ല. ഇനി മലക്കിനെ പോലെ പോകണം നബിയേ. മലക്കിന്റെ കൂടെ പോയാൽ പോരാ. ഖുദാ കീ റസാ ചാഹത്തെ ഹൈ ദോ ആലം, ഖുദാ ചാഹതാ ഹൈ റസായേ മുഹമ്മദ്. പ്രപഞ്ചമാകമാനം പ്രണയം വെക്കുന്നത് പ്രപഞ്ചാധികാരിയുടെ വിധേയത്വമാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതോ പുണ്യപൂമാൻ പ്രവാചക പരിശ്രേഷ്ഠരുടെ സമ്മതമാണ്. അപ്പോൾ മലക്കിനോടൊപ്പം സഞ്ചരിച്ച തിരുനബി, മലക്കിനെ പോലെ സഞ്ചരിച്ച തിരുനബി രണ്ടാമത്തെ വ്യക്തിത്വത്തിന്റെ തലത്തിലാണ്, മലക്കൂത്തിയായ വ്യക്തിപ്രഭാവത്തിലാണ്. ഇനി അവിടെ മാത്രം നിന്നാ പോരാ. അപ്പം മലക്കുകൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ആകും. അപ്പം മലക്കുകളുടെ മാത്രം ലോകത്തുണ്ടായാൽ പോരാ. അപ്പോഴാണ് ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ്. ഓ ജിബ്രീൽ അലൈഹിസ്സലാമേ, അല്ലാഹു പ്രകാശത്തിൽ നിന്ന് പടച്ചതല്ലയോ നിങ്ങളെ? പ്രകാശത്തിന്റെ ലോകം ഇവിടെ അവസാനിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ പടച്ച പ്രകാശത്തിന്റെ ക്വാളിറ്റി സൂര്യന്റെ വെളിച്ചത്തിൽ വിളക്ക് നിഷ്പ്രഭമാകും പോലെ പ്രകാശസാഗരത്തിൽ തിളക്കമില്ലാതെയായ ജിബ്രീൽ വഖഫ്, നിൽക്കണം ഇവിടെ, അവിടെ നിൽക്കണം. ജിബ്രീലുൻ വഖഫ്.
അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുകയാണ്. അപ്പോഴാണ് പുണ്യപൂമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹസഞ്ചാരിയായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ദഅനി തഖദ്ദം യാ ഹബീബി, ഇതെന്റെ ലോകത്തിന്റെ ലിമിറ്റാണ്, അങ്ങയുടെ ലോകത്തിന്റെ തുടർച്ചയാണ്, അതുകൊണ്ട് തങ്ങൾ പോയിക്കോ. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ, പ്രപഞ്ചാധികാരിയായ സ്ഥലകാലങ്ങളില്ലാത്ത ഭാവഭേദങ്ങളില്ലാത്ത സൃഷ്ടിഭാവങ്ങളൊന്നുമില്ലാത്ത സ്രഷ്ടാവായ അല്ലാഹുവോട് സംവദിക്കാൻ അവിടുന്ന് മുന്നോട്ട് ഗമിക്കണമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോ, അങ്ങനെയുള്ള നബിയെ അറിയുമ്പോഴേ റിസാലത്തിനെ അംഗീകരിച്ചവനായി മാറൂ. ഇന്ന് ചില അല്പജ്ഞാനികൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹിയുടെയും ആമിനയുടെയും യതീമായി മാത്രം അറിയുന്നവർ, അവർക്ക് ഹബീബിനെ അറിയില്ല, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയില്ല. മനുഷ്യ വിഭാഗത്തിലെ ഏതെങ്കിലും ഒന്നിന്റെ മോചകനായി അവതരിപ്പിക്കപ്പെടുമ്പോ, അടിമത്വ മോചനത്തിന്റെ നായകനായി മാത്രം പ്ലാസ്റ്റിക് ഇസ്ലാമിസ്റ്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവതരിപ്പിക്കുമ്പോൾ, മറ്റേതെങ്കിലും സോഷ്യൽ റവല്യൂഷൻ നടത്തിയ ഒരു റിഫോമർ മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്ന് ചില ജഡീകരിക്കപ്പെട്ട ഇസ്ലാമിന്റെ ആളുകൾ അവതരിപ്പിക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊക്കെയും അപ്പുറമാണ്. ആഖാ കി സനാ ഖാനി ദർ അസ്ൽ ഇബാദത് ഹേ, हम नात की सूरत में कुरान बनाते हैं. सूरत भी कुरानी है, वो सीरत भी कुरानी है. അവിടുത്തെയുടെ ജീവിതവും അവിടുത്തെയുടെ ഭാവങ്ങളും ഖുർആനികമാണ്. ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കറിയണമെങ്കിൽ ആത്മീയതയുടെ വിധാനത്തിൽ നിന്നറിയണം. കേവലമായി ആമിനായുടെയും അബ്ദുല്ലായുടെയും 6-ാം നൂറ്റാണ്ടിലെ അനാഥനാണെന്ന് പറഞ്ഞാൽ ഹബീബാവുകയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കണ്ണുകൾക്കോ കൽബുകൾക്കോ ഹബീബിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. അതിന്റെ ഒക്കെയും അപ്പുറത്താണ് ഹബീബിന്റെ സ്ഥാനം. ഇന്നമാ മസലൂ, അല്ലയോ പ്രിയപ്പെട്ടവരെ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ തുലനം ചെയ്ത് പഠിപ്പിച്ചു, അല്ലെങ്കിൽ പരിചയപ്പെടുത്തി. കമാ മസലൻ നുജൂമൽ മാഊ, ബുസീരി ഇമാം തങ്ങൾ ഹംസിയയിൽ രേഖപ്പെടുത്തിയതുപോലെ അവർ അതാ നക്ഷത്രങ്ങൾ വെള്ളത്തിൽ കാണുന്നത് പോലെയാണ്. നക്ഷത്രത്തിന്റെ പ്രതിബിംബത്തിൽ നിന്ന്, വെള്ളത്തിൽ കിടക്കുന്ന പ്രതിച്ഛായയിൽ നിന്ന് നക്ഷത്രത്തെ കാണും പോലെയാണ്. ഹബീബിനെ യഥാർത്ഥത്തിൽ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അതുകൊണ്ടാണ് ബൂസീരി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത്, ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചില പ്രൈമറി ആസ്പെക്ട്സുകൾ വെച്ചുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചവർ, അവർ മനസ്സിലാക്കിയതിന്റെ അങ്ങേയറ്റം അന്നഹു ബശറുൻ, ഒരു മനുഷ്യനാണ്, ഒരു സാധാരണക്കാരനാണ് എന്നൊക്കെയല്ലേ അവർക്ക് പറയാനുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നബി ആരാണെന്നല്ലേ? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും അത്യുന്നതങ്ങളിലാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ പദവി ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ ഈമാനാകുന്നത്.
അതുകൊണ്ടാണ് ആ ഹബീബിനെ ഉൾക്കൊള്ളുമ്പോഴാണ് ഫഹനീഅൻ ബിഹി ലിആമിനതൽ ഫളലുല്ലദീ ശുർരിഫത് ബിഹി ഹവ്വാഉ. ഹവ്വാ ബീവിയേക്കാൾ ആമിന ബീവിയുടെ പദവി എത്രയോ ഉന്നതങ്ങളിലാണ്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചു എന്നതാണ്. ആ കാരണം കൊണ്ട് തന്നെ എല്ലാ സ്ത്രീജനങ്ങളെക്കാളും ഉന്നതങ്ങളിൽ ആമിന റളിയല്ലാഹു അൻഹ വാഴ്ത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഹബീബിനെ സാധാരണക്കാരെ കാണും പോലെ സാധാരണമായ മാനദണ്ഡത്തിൽ കാണേണ്ടതല്ല. ഞാൻ ഇങ്ങനെ ഒരു ആമുഖം പറയാനുള്ള കാരണം, ഇന്ന് അഹ്ലുസുന്നയുടെ വിരോധികൾ, ആദർശപരമായി വൈകല്യം സംഭവിച്ചവർ, ആശയപരമായി വ്യതിയാനം പറ്റിയവർ, ആദർശപരമായി വഴിമാറി സഞ്ചരിച്ചവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയോ അബദ്ധമായി അവതരിപ്പിച്ചു പോയി. എന്നാൽ അറിയുമോ, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കിയതെങ്ങനെയാണ്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, സ്വഹാബികളെ, സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസിനെ കാണാനില്ലല്ലോ, എവിടെ പോയതാണ് സാബിത്ത് ബിൻ ഖൈസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ, മദീനായുടെ മലർവനിയിൽ മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിൽ വിനീത വിധേയരായി നേരിട്ട് ഹബീബിനെ തുറിച്ചു നോക്കാൻ കഴിയാത്തവരാണ് സ്വഹാബികൾ. ഇമാം ബുഖാരിയുടെ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ആലില വിറയ്ക്കും പോലെ വിറച്ചവരാണ് സ്വഹാബികൾ. ആ സ്വഹാബികളോട് ചോദിക്കുകയാണ്, സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് എവിടെ? അപ്പോഴാണ് സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, സ്വഹാബി വീട്ടിലാണ് നബിയെ, പുറത്തിറങ്ങുന്നില്ല, ഇറങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഖാദി ഇയാദ് ശിഫയിലും അതുപോലെ ആയിരക്കണക്കിന് ഇമാമിയങ്ങൾ നിവേദനം ചെയ്യുകയാണ്, കാന ഫീ ഉദ്നൈഹി സമമുൻ, അവിടുന്ന് കാതു കേൾക്കാത്ത ആളായിരുന്നു, കേൾവിയില്ലാത്ത ആളായിരുന്നു. കാന യർഫഉ സൗതഹു, ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കുന്ന ആളാണ്. ഫലമ്മാ നസലത് ഹാദിഹിൽ ആയ يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തിന് മുകളിൽ അവിടുത്തെയുടെ സന്നിധാനത്തിൽ ശബ്ദമുയർത്താൻ പാടില്ലെന്ന വിശുദ്ധ വാചകമിറങ്ങിയപ്പോൾ സൃഷ്ടിജന്യമായി തന്നെ ശബ്ദം കൂടുതലുള്ള സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നിറങ്ങുന്നില്ല. യാ റസൂലല്ലാഹ്, ആദരണീയമായ അവിടുത്തെയുടെ സദസ്സിൽ നിന്ന് അപമര്യാദയായി ശബ്ദമുയർന്നിട്ടുണ്ടോ എന്ന ആത്മീകമായ വിചാരത്താൽ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നിറങ്ങാതിരിക്കുമ്പോഴാണ് അനുയായിയുടെ ഹൃദയചലനങ്ങളെയും അനുഭാവിയുടെ ഹൃദയഭാവങ്ങളെയും വിരോധിയുടെ ദ്രുതചലനങ്ങളെയും പ്രപഞ്ചത്തിന്റെ ചലനനിശ്ചലനങ്ങളെയും ഒരു സ്ക്രീനിൽ അറിയും പോലെ മദീനയിൽ നിന്നറിഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാവ് ചോദിക്കുന്നു, അനുയായി എവിടെ? അപ്പോഴാണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, അവിടുത്തെയുടെ സന്നിധാനത്തിൽ ശബ്ദമുയർന്നു പോയെന്ന ഭയത്താൽ വീട്ടിലിരിക്കുകയാണ്.